ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കഴിഞ്ഞ ദിവസം KS ബൈജു തിരുവാഭരണ കമ്മീഷണറെ അറസ്റ്റ് ചെയ്തു. ഇതോടുകൂടി 4 പേര് അറസ്റ്റിലായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് നമുക്കറിയാം, കസ്റ്റഡി വാങ്ങിച്ചു. അതിനുശേഷം മുരാരി ബാബുവിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ അറസ്റ്റ് ചെയ്തു, കസ്റ്റഡി വാങ്ങി. അതിനുശേഷം സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസറെ അറസ്റ്റ് ചെയ്തു, അയാളും ഇപ്പം ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. KS ബൈജുവിനെ തിരുവാഭരണ കമ്മീഷണറെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പോയി. പോലീസിന് എന്തായാലും 2 പേരിപ്പോൾ അവരുടെ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ആ 2 പേരെ മുരാരി ബാബുവിനെ തിങ്കളാഴ്ച വരെ കസ്റ്റഡിയിലുണ്ട്, സുധീഷ് കുമാറിനെ ബുധനാഴ്ച വരെ കസ്റ്റഡിയിലുണ്ട്. അപ്പം 2 പേര് കസ്റ്റഡിയിലുണ്ട്. ബാക്കി 2 പേരെ വീണ്ടും കസ്റ്റഡി ചോദിക്കേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവിനും കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ സുധീഷ് കുമാറിനെയും കസ്റ്റഡി വേണം. ഈ 4 പേരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ കേസിൻ്റെ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെപ്പറ്റി നമുക്ക് കാര്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. SIT അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസുവിനെയും മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ താമസിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള അറസ്റ്റായിരിക്കും നല്ലത്. കാരണം ഈ 4 പേരെ കസ്റ്റഡി വാങ്ങിച്ച് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ ആവും. കാരണം ചൊവ്വാഴ്ച വരെ കസ്റ്റഡിയിലുള്ള ആളെ വീണ്ടും കസ്റ്റഡി വാങ്ങേണ്ടി വരും. 4 പേരെ ഒന്നിച്ചിരുത്തി 2-3 ദിവസങ്ങൾ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കല്ലും നെല്ലും തിരിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനകത്ത് അടിയന്തരമായിട്ട് പോലീസിന് ഹൈക്കോടതി ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഒരു കള്ളക്കടത്തുകാരൻ്റെ പേര് പറഞ്ഞു, സുഭാഷ് കപൂർ. അയാളെപ്പോലെ ഒരാൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയം. അത് ബലവത്തായ ഒരു സംശയം തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞത്. സുഭാഷ് കപൂർ എന്ന് പറഞ്ഞ ഇന്ത്യൻ ഒറിജിനൽ അയാൾ USA പല സ്ഥലത്തും അയാൾക്ക് ആർട്ട് ഗാലറി ഉണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ആർട്ട് ഗാലറികൾ, വിലമതിക്കുന്ന പെയിൻറ്റിങ്സുകൾ, ബിംബങ്ങൾ, സ്റ്റാച്ചുകളൊക്കെ ഇന്ത്യയിൽ നിന്നും പല രാജ്യങ്ങളിലും കടത്തി വയ്ക്കുന്ന ആളാണ്. അത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ് ഈ കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂർ. സുഭാഷ് കപൂറിൻ്റെ റോള് ഇവിടെ ഒരാൾക്കുണ്ട് എന്ന് കോടതി സംശയിക്കുന്നു. അത് കൃത്യമാണ് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് 4 പേരെ ഒന്നിച്ച് കസ്റ്റഡി വരുത്തി ചോദ്യം ചെയ്യണം. ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കണം. ഒരു യഥാർത്ഥത്തിലെ ശബരിമലയിലെ ആ ഒറിജിനൽ കട്ടളപ്പടി, അല്ലെങ്കിൽ ഒറിജിനൽ വാതിൽ, അല്ലെങ്കിൽ ഒറിജിനൽ ദാരുശില്പത്തിൽ പൊതിഞ്ഞ ആ മോൾഡുകൾ, ഇത് ലോക മാർക്കറ്റിലെ കോടിക്കണക്കിന് രൂപ വിലയുള്ള സാധനമാണ്. അതവിടുന്ന് കടത്തിയിരിക്കുന്നു. ആ ഒറിജിനൽ സാധനം തിരിച്ചു വന്നിട്ടില്ല. ആ ഒറിജിനൽ സാധനത്തിൽ സ്വർണം പൂശിയിട്ടില്ല. ആ ഒറിജിനൽ സാധനത്തിന് പകരം പുതിയ ഡൂപ്പ് സാധനങ്ങൾ വന്നു, അതിൽ സ്വർണം പൂശി കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഹൈക്കോടതി സംശയിച്ചത്, സുഭാഷ് കപൂറിൻ്റെ റോൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ. ലോകം മുഴുവൻ അറിയുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യയിലെ ശബരിമല. ഇന്ത്യയിൽ മറ്റ് ഫേമസ് ആയ ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ട്, നമുക്കറിയാം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ലോകം മുഴുവൻ അറിയപ്പെടുന്നതാണ്. അവിടെ ഇരിക്കുന്ന വിലമതിക്കാത്ത സ്വത്തുക്കളെ പറ്റി ലോകത്തെ മുഴുവൻ ആൾക്കാർക്കും അറിയാം. അതുപോലെ തന്നെ ശബരിമലയെ പറ്റി ലോകം മുഴുവൻ അറിയാം. കാരണം മലയുടെ മുകളിൽ ആ പുണ്യക്ഷേത്രവും ആ അയ്യപ്പൻ്റെ വിഗ്രഹവും, ഇതൊക്കെ ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും, പ്രത്യേകിച്ച് ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ, ആർട്ടുകൾ, ഇതൊക്കെ ശേഖരിക്കുന്നവന്മാർക്ക് ഇതിനൊരു കണ്ണുണ്ട്. ആ ശബരിമലയിലെ ദേവന്റെ ദേഹത്ത് പൊതിഞ്ഞിരുന്ന, ആ വിഗ്രഹത്ത് പൊതിഞ്ഞിരുന്ന ഒറിജിനൽ മോൾഡ്, അതിന് വിലമതിക്കാത്ത രീതിയിൽ വിലയുണ്ടെന്ന് നമ്മൾ, ആ സാധനം അവിടുന്ന് പോയിരിക്കുന്നു. കോടതി അത് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആ സാധനം എവിടെ? അത് ഇന്ത്യ വിട്ടു പോയോ? അവിടെയാണ് ഈ 4 പേരെ ചോദ്യം ചെയ്ത് അത് എന്താണെന്ന് കൃത്യമായി അവരിൽ നിന്ന് വായിൽ നിന്ന് വരണം. അതിനുശേഷം അത് എവിടെ പോയെന്നറിയണം. പോറ്റി അത് എവിടെ കൊണ്ടുപോയി, അതോ ഈ 4 പേരുടെ അറിവോടുകൂടെ വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ, ഇന്ത്യ അങ്ങനെ സൂക്ഷിച്ചത് വിറ്റുപോയിട്ടുണ്ടോ? കാരണം അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ലാത്ത കാര്യങ്ങളാണ്. ശബരിമലയിലെ ദേവന്റെ അവിടെ സ്വർണം പൂശി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു കാര്യം ഇല്ലാന്നേ നമ്മൾ ധരിക്കുള്ളൂ. പക്ഷെ വിലപിടിപ്പുള്ള 3 സാധനങ്ങൾ, ഒറിജിനൽ സാധനങ്ങൾ അവിടുന്ന് വെളിയിൽ കൊണ്ടുപോയി. അതാണ് ശബരിമലയുടെ കാര്യത്തിൽ ഹൈക്കോടതി ഇടപെട്ടപ്പോൾ
ആരുടെ അനുവാദത്തോടുകൂടി ഈ സാധനങ്ങൾ വെളിയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള ചോദ്യം വന്നു. അത് തന്നെയാണ് അതിൻ്റെ വാല്യൂ എന്താണെന്ന് ഹൈക്കോടതിക്ക് അറിയാം. ആ വാല്യൂ കിട്ടി അത് ഇന്ത്യയിൽ നിന്ന് കടത്തിയിട്ടുണ്ട്. കാരണം 1998-99 കാലഘട്ടത്തിലാണ് ഒറിജിനലായിട്ട് അവിടെ സ്വർണം പൂശിയത്. വിജയ് മല്യയുടെ ആ സമയത്ത് അദ്ദേഹം കൊടുത്ത ആ സ്വർണം 30 കിലോ, അത് പല കണക്കുകളുണ്ട്, വരട്ടെ. അങ്ങനെയുള്ള സാധനം ഒറിജിനലായിട്ട് അവിടെ പൂശിയത് എത്ര നൂറുകണക്കിന് വർഷങ്ങളെടുത്താലും സ്വർണത്തിന് വലിയ മാറ്റം ഒന്നും ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. അതിന് മാറ്റ് കുറഞ്ഞു അത് വീണ്ടും പൂശണം എന്ന് പറഞ്ഞ കള്ളന്മാരുടെ സ്വഭാവമാണത്. അത് തന്നെയാണ് അവിടെ നടന്നത്. അത് ദേവസ്വം ബോർഡിൻ്റെ ഏത് ഉന്നത പോസ്റ്റിലിരുന്നാലും ശരി, അത് അവർ ഇങ്ങനെയുള്ള തട്ടിപ്പ് നടത്തി ആ പണം സമ്പാദിച്ചു എന്ന് ഇപ്പം ക്ലിയറായി. കാരണം കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്ന് അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ ബ്രെയിൻ ആരാണ് എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അത് SIT കണ്ടുപിടിക്കും. അത് നമുക്ക് അടുത്ത ആഴ്ച അറിയാം. ഈ 4 ആൾക്കാരെ ഒന്നിച്ചിരുന്ന് ചോദ്യം ചെയ്ത ശേഷം മാത്രമേ ദേവസ്വം ബോർഡ് പഴയ പ്രസിഡന്റിലേക്കുള്ള അറസ്റ്റ് നീങ്ങുകയുള്ളൂ. അങ്ങനെ നീങ്ങാൻ പാടുള്ളൂ. വ്യക്തത വന്ന ശേഷം മാത്രമേ അവരെ അറസ്റ്റിൽ ഉൾപ്പെടുത്താവുള്ളൂ. അവരെ അറസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ അവരിനി പുറത്തോട്ടിറങ്ങരുത്, ശിക്ഷിച്ച് ജയിലിലോട്ട് തന്നെ പോകേണ്ടി വരും. ആ ഒരു രീതിയിൽ വേണം SIT അതിനകത്ത് കാണാൻ. അതുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡിലെ മുൻ പ്രസിഡന്റുമാരുടെ റോള് എന്താണെന്ന് വ്യക്തത വരുത്തണം, എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. അതിനുശേഷമേ അറസ്റ്റ് ഉണ്ടാവുള്ളൂ. ധൃതി പിടിക്കരുത്, സമയമെടുക്കും. അവർക്കെതിരായിട്ടുള്ള ആരോപണം കൃത്യതയോടെ SIT കണ്ടുപിടിച്ച ശേഷം മാത്രമേ അറസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇനിയും താമസിക്കും. അതുകൊണ്ട് ആൾക്കാർ വെപ്രാളപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിനകത്ത് 4 പേരെ ഒന്നിച്ചിരുന്ന് ചോദിക്കഴിഞ്ഞാൽ ഒറിജിനൽ സാധനം എവിടെ പോയി, അത് എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു, അത് ഇന്ത്യ വിട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതിന് കോടിക്കണക്കിന് രൂപ വില കിട്ടും. കാരണം ശബരിമല ദേവന്റെ അവിടെ പൊതിഞ്ഞിരുന്ന ഒറിജിനൽ ആ സ്വർണ്ണ തകിടാണ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള സാധനമാണ് ലോക മാർക്കറ്റിൽ. അതുകൊണ്ടാണ് സുഭാഷ് കപൂർ എന്ന കള്ളക്കടത്തുകാരൻ്റെ ഒരു നിലവാരത്തിലേക്ക് ഇതിനകത്ത് ആരോ പോയിരിക്കുന്നു എന്ന് കോടതി സംശയിച്ചത്. എന്തായാലും ഈ 4 പേരെ കസ്റ്റഡി വാങ്ങി അവരെ വിദഗ്ധമായി ചോദ്യം ചെയ്ത ശേഷം പഴയ പ്രസിഡന്റുമാർ രംഗത്ത് വരും. അതുകൊണ്ട് വാസുവിനെയും പത്മകുമാറിനെയും ഇപ്പോഴത്തെ പ്രസിഡന്റായിരുന്ന ആളെ ഒഴിവാക്കാൻ കഴിയില്ല. കാരണം അതിനു മുമ്പ് വേറെ 1999 മുതൽ അവിടെ മോഷണം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം SIT അന്വേഷിച്ചു വരുന്നുണ്ട്. അന്നത്തെ ആൾക്കാരും അതിനകത്ത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഈ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അവരെയും കൂടെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഇപ്പോൾ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് 2019 ഇങ്ങോട്ട് വരുമ്പോൾ 2025 വരെ 3 പ്രസിഡന്റുമാർ അതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. അന്വേഷണം SITക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവരെ അറസ്റ്റ് പതുക്കെ മതി, ഒരാഴ്ചയോടെ കഴിഞ്ഞിട്ട് മതി. 4 പേരെ ഒന്നിച്ച് കസ്റ്റഡി കിട്ടി അവരെ 4 പേരും വിദഗ്ധമായി ചോദ്യം ചെയ്ത ശേഷം ശബരിമലയിലെ സ്വർണ്ണപ്പതക്കം അല്ലെങ്കിൽ സ്വർണ്ണത്തട്ടിപ്പിനകത്തുള്ള ഒറിജിനൽ 3 സാധനങ്ങൾ എവിടെ പോയി, ഇന്ത്യ വിട്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായ ശേഷം മതി. അതെന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം മതി ഈ പ്രസിഡന്റുമാരുടെ അറസ്റ്റ് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും പുതിയ പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഗവൺമെന്റ് ആ നിലവാരത്തിലേക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ദിവസം തന്നെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നിരിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു IAS ഉദ്യോഗസ്ഥൻ തന്നെ ആയിരിക്കണം. സർവീസിൽ ഇപ്പോഴുള്ള ആളോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ആളോ ആയിരിക്കണമെന്നൊക്കെ നമ്മളെപ്പോലുള്ളവരൊക്കെ പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആപ്റ്റായ ഒരു വ്യക്തി തന്നെയാണ് ജയകുമാർ. അദ്ദേഹം റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹം നല്ല ക്ലീൻ ഇമേജ് ഉള്ള ആളാണ്. അദ്ദേഹത്തിനെ തന്നെ പ്രൊപ്പോസ് ചെയ്തതായിട്ടാണ് വരുന്നത്. അദ്ദേഹം ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഇരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന് പറഞ്ഞ വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹം വില്ലിംഗ് ആണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ വന്നെങ്കിലേ ഇത് നമുക്ക് ശബരിമലയിലെ ഒരു സംശുദ്ധമായ ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതാണ് നമ്മളെപ്പോലെയുള്ളവർ നേരത്തെ മുതൽ പറയുന്ന ഒരു സീനിയർ IAS കാരൻ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കണം. പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് പാടില്ല. കാരണം ഈശ്വരവിശ്വാസം ഇല്ലാത്തവർ തന്നെയാണ് ശബരിമലയിൽ പ്രസിഡന്റായിട്ടും അവിടുത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടൊക്കെ വരുന്നത്. അതിനോട് വിയോജിക്കുകയാണ്. കാരണം വിശ്വാസമുള്ള ഒരാൾ തന്നെ വരട്ടെ. ശബരിമലയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ ശബരിമലയിലെ അയ്യപ്പൻ്റെ ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണ തകിടുകൾ മുഴുവൻ മോട്ടിച്ചുകൊണ്ട് പോയത്. അതുകൊണ്ട്
ശബരിമലയിൽ പുതിയൊരാൾ വരുന്നത് നല്ലതാണ്. ഗവൺമെൻറ് ആ രീതിയിലുള്ള തീരുമാനം എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുപോലുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നിർത്താനും അതുപോലെ തന്നെ സംശുദ്ധമായ ഒരു ഭരണക്രമം അവിടെ രൂപീകരിക്കാനും ജയകുമാറിന് കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. കാരണം ഇതിനകത്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ റോൾ എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവരെയൊക്കെ തീർച്ചയായിട്ടും അവർക്കൊക്കെ വിലങ്ങണിയിക്കേണ്ടി വരും. അതുകൊണ്ട് ക്ലീൻ ഇമേജുള്ള ഒരു പ്രസിഡന്റ് വന്നിരിക്കുന്നു. അദ്ദേഹം അവിടെ ഇത് തടയാനുള്ള സംവിധാനങ്ങളും അതിനുള്ള സ്റ്റെപ്പുകളും ഒക്കെ എടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് വരെയുള്ളവർ തീർച്ചയായിട്ടും സംശയ നിഴലിൽ തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി SIT ഈ വാസുവിനെയും അതുപോലെ തന്നെ MLA ആയിരുന്ന വ്യക്തിയെയും ഇവിടെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അതിന് കൃത്യത വരും എന്നാണ് ഞാൻ കരുതുന്നത്. ആരൊക്കെ എന്തൊക്കെ റോളുകൾ ഇതിനകത്തുണ്ട് എന്ന് കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കോടതിയിൽ കുറ്റച്ചാർജ് കൊടുക്കുന്നതിനകത്ത് വ്യക്തത വേണം. അത് വിട്ടുപോകാൻ സാധ്യതയില്ല. ഈ വാസു നല്ലൊരു അഡ്വക്കേറ്റ് ആയിരുന്നു എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വരുമ്പം അത് അറസ്റ്റ് ധൃതി പിടിച്ചൊന്നും ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞു. വളരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയി അവരെ ശരിക്കും പൂട്ടി കുറ്റച്ചാർജ് കൊടുക്കുന്നതാണ് ഉത്തമം.